ഒപ്റ്റിക്സ് എന്ന പുസ്തകം രചിച്ച ഭൗതിക ശാസ്ത്രജ്ഞൻ? ഉത്തരം ബി. ഐസക് ന്യൂട്ടൺ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണാന്തര പ്രതിപതനം ഉപയോഗിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത്? 1. എൻഡോസ്കോപ്പി, 2. CT സ്കാൻ, 3. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഉത്തരം ഡി. 1 ഉം 3. 1. എൻഡോസ്കോപ്പി, 3. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശബ്ദവേഗതയുടെ ആരോഹണ ക്രമത്തിൽ ശരിയായത് ഏത്? ഉത്തരം എ. ശൂന്യത, വായു, ജലം, ഗ്ലാസ്. ഭൂമിയുടെ ഏത് ഭാഗത്താണ് ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടാത്തത്? ഉത്തരം സി. കേന്ദ്രം. ചേരുംപടി ചേർക്കുക. ഉത്തരം ഡി. 1 സി, 2 എ, 3 ബി. ഒരു ശബ്ദത്തിൻ്റെ പ്രതിധ്വനി 2 സെക്കൻഡിനുള്ളിൽ കേട്ടു. ശബ്ദവേഗത 342 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ ശബ്ദസ്രോതസ്സും പ്രതിപതന തലവും തമ്മിലുള്ള ദൂരം എത്ര? ഉത്തരം ബി. 342 മീറ്റർ. ചുവടെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളിൽ വൈദ്യുതിയുടെ താപഫലം ഉപയോഗിച്ച് പ്രവർത്തിക്കാത്ത ഉപകരണം ഏത്? ഉത്തരം സി. മൈക്രോവേവ് അവൻ. വെക്റ്റർ അല്ലാത്തതേത്? ഉത്തരം ഡി. വേഗത. ഒരു ബോൾ മുകളിലേക്ക് എറിയുമ്പോൾ സ്ഥിരമായി നിൽക്കുന്നതേത്? ഉത്തരം സി. ത്വരണം. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? 1. AC DC ആക്കുന്ന ഉപകരണമാണ് റെക്റ്റിഫയർ. 2. റെക്റ്റിഫയറായി ഉപയോഗിക്കുന്നത് ഡയോഡുകളല്ല. ഉത്തരം ബി. 2 മാത്രം. റെക്റ്റിഫയറായി ഉപയോഗിക്കുന്നത് ഡയോഡുകളല്ല. മ്യൂച്വൽ ഇൻഡക്ഷൻ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണം? ഉത്തരം ബി. ട്രാൻസ്ഫോമർ. കൂട്ടത്തിൽ പെടാത്തതേത്? ഉത്തരം ഡി. ഹൈഡ്രോമീറ്റർ. ലോഹങ്ങൾ നല്ല വൈദ്യുത ചാലകങ്ങളാണ്. കാരണം? ഉത്തരം എ. അവയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഉണ്ട്.